അഫ്ഗാൻ വ്യോമതാവളം അമേരിക്ക തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവിടെ എന്തിനാണ് വീണ്ടും അങ്ങോട്ടൊരു കണ്ണ് വെക്കുന്നത്? അത് ഉപേക്ഷിച്ചതാണ്, ബൈഡൻ്റെ സമയത്ത് അത് ഉപേക്ഷിച്ച താവളമാണ്. അപ്പം വീണ്ടും എന്താണ് ട്രംപിൻ്റെ ലക്ഷ്യം എന്നുള്ളത് വലിയ ചർച്ചയാവുന്നുണ്ട്. അത് ആ പടയൊരുക്കം ചൈനയ്ക്കും ഇന്ത്യക്കും എതിരെയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത്. നൗഫൽ, എന്താണ് ഉദ്ദേശിക്കുന്നത് ട്രംപ്? ഇത് വലിയ വലിയ സംശയങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. കാരണം പുതിയൊരു ലോകക്രമം രൂപപ്പെടുന്നു, അതിൻ്റെ ഭാഗമായുണ്ടായ ചിന്തകളിൽ നിന്നാണ് ട്രംപ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഗണിക്കാം, ആ രീതിയിലൊക്കെ പോകാം. ഈ ഒരു വ്യോമതാവളത്തിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. കാരണം 2021 പിന്നെ അമേരിക്കൻ സൈന്യം പൂർണ്ണമായും അഫ്ഗാൻ പിന്മാറുന്നത്. വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നതിന് ശേഷമാണല്ലോ ഇത്തരം രാജ്യങ്ങളിലേക്കും താലിബാനെ തകർക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഏറെക്കാലം അവർ പതിറ്റാണ്ടുകളോളം അമേരിക്ക അഫ്ഗാനിൽ താവളം ഉറപ്പിക്കുകയും അവരുടെ തീവ്രവാദ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായത്, അല്ലെങ്കിൽ അതിന് ബലം നൽകിയത് ഇത്തരം വ്യോമതാവളങ്ങളൊക്കെയാണ്. അപ്പോൾ ബെഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വ്യോമതാവളം ഉള്ളത്. അതായത് കാബൂളിൽ നിന്ന് 60 കിലോമീറ്റർ മാത്രം അകലെയാണ്, 1 കിലോമീറ്റർ മാത്രം, 1 മണിക്കൂർ മാത്രമാണ് അവിടേക്കുള്ള യാത്ര സമയമെടുക്കുക. അങ്ങനെ വളരെ എന്താ പറയുക, എല്ലാം കൊണ്ടും തന്ത്രപ്രധാനമായ ഒരു സ്ഥലം കൂടിയാണത്. അവിടെ എല്ലാ സൗകര്യങ്ങളും, വിമാനം ഇറക്കുന്നതിനും ചരക്ക് വിമാനങ്ങൾ ഇറക്കുന്നതിനും മിസൈൽ വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിന്, അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളുള്ള ഒരു വ്യോമത്താവളമാണത്. അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധവിമാനങ്ങൾ വരെ ഇറക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വലിയ സംവിധാനങ്ങളുള്ള, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് അത്രയും അധികമുള്ള വലിയ സൗകര്യങ്ങളുള്ള ഒരു വ്യോമത്താവളമായിരുന്നു. അവിടെ നിന്നാണല്ലോ ഈ ഒസാമ ബിൻ ലാദനെ പിടിക്കുന്നതിന് വരെയുള്ള തന്ത്രങ്ങൾ മെനയുകയും അവിടെ നിന്ന് വിമാനങ്ങളൊക്കെ പറന്നു വരികയും ഒക്കെ ചെയ്തത്. അങ്ങനെ എല്ലാ തരത്തിലും അമേരിക്കക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യോമതാവളമായിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, അങ്ങനെ സമീപ രാജ്യങ്ങളുടെ ഒരു പ്രസക്തിയൊക്കെ അതിലുണ്ട്. ഇവിടെയൊക്കെ എന്ത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടേക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ബേസായിരുന്നു അമേരിക്കക്ക് ഈ വ്യോമത്താവളം. 2400ഓളം അമേരിക്കൻ സൈനികർ അവിടെ നിന്ന്, അതായത് അഫ്ഗാനിലെ അധിനിവേശവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ സൈനികർ. 20,000-ഓളം പട്ടാൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവസാനം അവർക്ക് തന്നെ പിന്മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും, ഒബാമയാണെന്ന് തോന്നുന്നു ഈ പിൻവാങ്ങുമെന്നുള്ള പ്രഖ്യാപനം നടത്തുകയും, പിന്നീട് ട്രംപിൻ്റെ കാലത്ത് ഏകദേശം പിന്മാറ്റം പൂർത്തിയാവുകയും, ഏറ്റവും ഒടുവിൽ ബൈഡൻ്റെ കാലത്താണ് ഏറ്റവും അവസാനത്തെ സൈനികനും അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോഴും പലതും അവിടെ പറയുന്നത് 900 ഈ C-17 വിമാനങ്ങൾ എന്ന് പറയാൻ തോന്നുന്നുണ്ട്. അവർ അമേരിക്കയുടെ വലിയ വിമാനം, അത്രയും വിമാനങ്ങളിൽ 900 വിമാനങ്ങളിൽ കൊള്ളാവുന്ന അത്രയും ചരക്ക് ഉപേക്ഷിച്ചാണ് അമേരിക്കയുടെ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അമേരിക്കയ്ക്ക് ഇപ്പോഴും അവിടെ കണ്ണുണ്ട് എന്നതിൽ സത്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള തീരുവ യുദ്ധവും അതുമായി ബന്ധപ്പെട്ടുള്ള അവരുമായി ഉള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അമേരിക്ക ഇതിനു വേണ്ടി വീണ്ടും ശ്രമിക്കുന്നത് എന്നുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വിഷയം അതിൽ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, അഫ്ഗാനിൽ വലിയ ധാതു സമ്പത്ത് ഇപ്പോഴുമുണ്ട്. അപൂർവമായ ധാതു സമ്പത്തുള്ളൊരു രാജ്യമാണ് അഫ്ഗാൻ. അതിലേക്ക് വീണ്ടും ട്രംപിൻ്റെ വ്യാപാര കണ്ണുകൾ വീണ്ടും എത്തുന്നുണ്ടോ എന്നുള്ളൊരു ഒരു ചിന്തയും നമുക്ക് അതിൽ വരാം. പിന്നീടൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇന്ത്യയുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ, ഇന്ത്യയുമായുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇതിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട്, അതുമാത്രമല്ല ഇന്ത്യ ചൈനയുമായി കൂടുതൽ അടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പുതിയൊരു അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി നമുക്കൊരു പക്ഷേ ഇതിനെ കാണാം. അങ്ങനെയും ആകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ട്രംപിന് എന്തോ കാര്യമായ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അഫ്ഗാൻ പക്ഷേ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇത് അനുവദിക്കില്ല എന്നുള്ളതാണ്. അമേരിക്കയുമായി നല്ല ബന്ധം സ്ഥാപിക്കണം, പക്ഷേ സൈനിക ബന്ധം വേണ്ടതില്ല എന്നുള്ളൊരു ആലോചനയിലാണ് താലിബാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അത്ര പെട്ടെന്ന് ട്രംപിന് നടക്കാൻ സാധ്യതയില്ല. പക്ഷേ നിലവിലുള്ള സൈനിക ശക്തിയൊക്കെ വെച്ച് ട്രംപ് വീണ്ടും ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് കാണാതിരുന്നുകൂടാ. അജിംസ്, എങ്ങനെയാണ് ഈ ട്രംപിൻ്റെ ചരട് വലികളെ കാണുന്നത്? ഇത് ചരട് വലിയാണോ, ഭീഷണിയാണോ, താക്കീതാണോ, അന്ത്യശാസനമാണോ ഒന്നും നമുക്കറിയില്ല. ട്രംപ് പറയുന്നത് നമ്മൾ കേൾക്കുന്നു. ട്രംപ് ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. കഴിഞ്ഞ മാർച്ചിലും പുള്ളി ഇത് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഈ ഗസയെ പറ്റി ട്രംപ് പറഞ്ഞല്ലോ, മിഡിൽ ഈസ്റ്റിലെ നരകങ്ങൾ പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ആ രാജ്യത്തിന് സംഭവിക്കാൻ പാടില്ലാത്ത വളരെ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കും, അത് തന്നേക്കൂ, ബഗ്രാം എയർബേസ് തന്നേക്കൂ എന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. പലപ്പോഴായിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്. അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒരു കാരണം നൗഫലിൽ പറഞ്ഞ പോലെ ചൈനയുമായിട്ടുള്ള പ്രോക്സിമിറ്റിയാണ് അഫ്ഗാനിസ്ഥാൻ്റെ. ഒന്ന്, ഈ സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന ചൈനയുടെ
വ്യാപാര ഇടനാഴിയോട് തൊട്ടടുത്താണ്, ചേർന്ന് കിടക്കുന്ന ഒരു എയർബേസാണിത്. കാബൂളിൽ നിന്നാണ്ട് ഒരു 60 കിലോമീറ്റർ മറ്റേ ഉള്ളൂ ഇങ്ങോട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ തൊട്ടടുത്ത് മധ്യേഷ്യൻ രാജ്യങ്ങളുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങി, തജിക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇന്ത്യയുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ ഒരു അമേരിക്ക ഒരു സൈനിക താവളം എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപ്രധാനം, ജിയോ പൊളിറ്റിക്കലി തന്ത്രപ്രധാനമായൊരു സ്ഥലമാണത്. അതുകൊണ്ട് അത് കിട്ടിയ നല്ലതാണ്. ട്രംപിനൊക്കെ അത് ആഗ്രഹിക്കാം, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഒന്ന് ഈ ചൈനയുമായുള്ള താരിഫ് വാർ. അപ്പോൾ ചൈന ഇന്ത്യ പുതിയ ബന്ധം വരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടെ ഒരു പട്ടാളം ഇറങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് നല്ലതാണ്. ഇതൊക്കെ നല്ലതാണ്. കാരണം 20 വർഷം അമേരിക്കൻ പട്ടാളം ഈ എയർബേസിൽ ഉൾപ്പെടെ അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നതാണ്, നമുക്കറിയാം. അവർ പിന്മാറിയതാണ്. ആ പിന്മാറ്റ കരാർ ഒപ്പിട്ടയാളാണ് ഡൊണാൾഡ് ട്രംപ്. താലിബാൻ അന്ന് അധികാരത്തിലില്ല. താലിബാൻ അന്ന് അധികാരത്തിലില്ല. താലിബാൻ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ മിലീഷ്യയാണ്. എന്നിരിക്കെ അവരുമായി സമാധാന ചർച്ച നടത്തി, ദോഹ ടോക്സ് എന്ന് പറഞ്ഞാൽ നീണ്ട ചർച്ചകൾ നടത്തുകയും ഈ പിന്മാറ്റ കരാർ അവരുമായും കൂടി ഒപ്പിട്ടിട്ട് ആണ് അമേരിക്ക അവിടെ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നത്. അതിനുശേഷമാണ് താലിബാൻ കാബൂൾ ടേക്ക് ഓവർ ചെയ്യുന്നത്. എന്തിനാണ് താലിബാൻ ഈ 90കളുടെ പകുതി മുതൽ ഇപ്പോൾ വരെ പോരാടിക്കൊണ്ടിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവരുടെ മണ്ണിൽ, അഫ്ഗാനിസ്ഥാനിൽ, താലിബാൻ മാത്രമല്ല, അവിടുത്തെ മുഴുവൻ ഈ പറയുന്ന മിലീഷ്യ ഗ്രൂപ്പുകളും അവർ ഈ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എത്രയോ വർഷമായി, ഇപ്പോൾ 3-4 പതിറ്റാണ്ടായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? അവിടെ ആ മണ്ണിൽ ഒരു വിദേശ സൈന്യത്തെ അവർ സമ്മതിക്കില്ല. അത് സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽ അങ്ങനെയാണ്. അഫ്ഗാനിസ്ഥാൻ മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ ഒരു സാറ്റലൈറ്റ് കൺട്രിയായിരുന്നു. ഈ ബഗ്രാം എയർബേസ് ഉണ്ടാക്കിയത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ്റെ വിമാനങ്ങൾക്ക് വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എയർബേസാണത്. 50കളുടെ തുടക്കത്തിൽ ഉണ്ടാക്കിയതാണ്. അത്രയും പഴക്കമുണ്ട് അതിന്. അപ്പോൾ അവിടെ അഫ്ഗാനിസ്ഥാൻ കലുഷിതമായി തുടരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് അവിടെ സോവിയറ്റ് അധിനിവേശം നടന്നു. സോവിയറ്റ് അധിനിവേശത്തിനെതിരെ അവിടെയുള്ള ആളുകൾ ആയുധം എടുത്ത് പോരാടി, അവർ പിൻവാങ്ങി. പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നു. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നാണ്ട് 10 വർഷം കഴിയുമ്പോഴേക്കും 2001 വീണ്ടും ഈ ഉസാമ ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടി അമേരിക്കൻ പട്ടാളവും നാറ്റോയുടെ സൈന്യത്തോടെ ഇറങ്ങുന്നു. അവിടെ 20 വർഷം നടക്കുന്ന അധിനിവേശത്തിന് അവർക്ക് തോറ്റോടേണ്ടി വന്നു. പിന്മാറുക എന്ന് പറയുന്നത് സൈനികമായ ഭാഷയാണ്. പൊളിറ്റിക്കലി അമേരിക്കയും സഖ്യശക്തികളോടും തോറ്റോടി പോരുവാണ്. അപ്പോൾ ആ തോറ്റോടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി പറയാണ് അതിങ്ങ് തന്നേക്കും എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല മാത്രമല്ല, ഒരു ഫോറിൻ സോൾജിയറുടെ ഫുഡ് സ്റ്റെപ്പ് അവിടെ അവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അതായത് നടക്കാൻ പോകുന്ന, അവർ തരൂ എന്ന് പറയുമ്പോൾ അവർ കൊടുക്കില്ല. ഒന്ന്. 2, താലിബാൻ തന്നെ അവിടെ ഒരു അമേരിക്കൻ സൈനിക താവളം ഇനി ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ അമേരിക്കയുമായി ഒരു നെഗോഷിയേഷൻ ടോക്കിന് അവർ പോവാണെന്ന് തന്നെ കരുതുക. അപ്പോൾ ഒരുപക്ഷെ അമേരിക്ക പറയും ഈ താലിബാൻ ഭരണകൂടത്തിനും അഫ്ഗാനിസ്ഥാനും മുഴുവൻ ഞങ്ങൾ സംരക്ഷണം തരാം, ഞങ്ങൾക്ക് അത് തന്നേക്കും. നമ്മൾ ഖത്തറിലൊരു എയർബേസ് കണ്ടാണ്. ഖത്തറിൽ അനുഭവം ഓർമ്മയുണ്ട്. ഖത്തറിൽ, അതായത് GCC രാജ്യങ്ങളിൽ അമേരിക്കയുടെ എയർബേസുള്ള ഒരു രാജ്യമാണ് ഖത്തർ. അവിടെയാണ് ഇസ്രായേൽ ഒന്ന് അടിച്ചിട്ട് പോയത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അപ്പോൾ ആ ഉറപ്പിന്, അതായത് ഞങ്ങൾ അഫ്ഗാനെ സംരക്ഷിച്ചേക്കാം, ആ എയർബേസ് തരുമെന്ന് പറഞ്ഞാൽ അതിന് താലിബാൻ സമ്മതിക്കില്ല. കാരണം ഖത്തറിൻ്റെ അനുഭവം ഉദാഹരണമാണ്. അപ്പോൾ ഇനി അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യണം? പഴയതുപോലെ 2001 ഫോഴ്സ്ഫുള്ളി അത് കീഴടക്കണം. അതായത് അമേരിക്കൻ പട്ടാളം അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങണം. അതിന് ട്രംപിനെ ആ നാട്ടുകാർ സമ്മതിക്കുമോ? അമേരിക്കക്കാർ സമ്മതിക്കുമോ? അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ സമ്മതിക്കുമോ? ട്രംപ് തന്നെ സമ്മതിക്കുമോ? കാരണം ട്രംപാണ് ഈ വിദേശങ്ങളിൽ പോയി, മറ്റു രാജ്യങ്ങളിൽ പോയി അമേരിക്കൻ സൈന്യം ഇടപെടുന്നതിനെപ്പറ്റി നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അത് പ്രസംഗിച്ചാണ്, അത് സെല്ല് ചെയ്തിട്ടാണ് അദ്ദേഹം 2 പ്രാവശ്യം പ്രസിഡൻ്റ് ആയത്. നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യേണ്ട, അവിടെ പോയി കീഴടക്കണം, നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്നാണ് ട്രംപ് ഇതുവരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ട്രംപിനെ തന്നെ ട്രംപ് തിരുത്തും. അതാണ് ഒരു പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു മോർ ദാൻ ഒരു ഭീഷണി എന്നതിനപ്പുറം അതൊരു റെട്രിക്കാണ്. ആ റെട്രിക്കിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ താല്പര്യമുണ്ട്, അത് ചൈനയ്ക്ക് കൊടുക്കുന്നൊരു വാണിംഗ് ആയിരിക്കാം. ഞങ്ങൾ അവിടെ വേണമെങ്കിൽ വന്നേക്കും. അത് ചൈനയ്ക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കോ ഒക്കെ കൊടുക്കുന്നൊരു വാണിംഗ് ആയിരിക്കാം. ഞങ്ങളുടെ ഒരു സാന്നിധ്യം ഞങ്ങളവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പ്രഷറൈസ് ചെയ്ത് അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ചൈനയിലോ എവിടെയോ എന്തോ ഒരു ട്രേഡ് ഡീൽ നേടാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള ഭീഷണികളുണ്ട്. കാരണം നേരത്തെ നൗഫൽ പറഞ്ഞു, അഫ്ഗാൻ എന്ന് പറഞ്ഞാൽ ഒരു റിച്ച് മിനറൽസ് ഉള്ള ഒരു രാജ്യമാണ്. അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ മുഴുവൻ മിനറൽസാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മിനറൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് അതിൻ്റെ അടിയിലുള്ളത്. അവിടെയാണ് ചൈന കണ്ണുവയ്ക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇനി പെട്രോളല്ല സ്വർണം, ഇനി എന്താണ്? ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററി നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ ഏത് രാജ്യമുണ്ടോ ആ രാജ്യങ്ങളിൽ യുദ്ധം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയില്ല, ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലൊക്കെ എന്തിനാണ് വർഷങ്ങളായിട്ട് 10 പതിറ്റാണ്ടുകൾ യുദ്ധം നടക്കുന്നത്? അതിൻ്റെ ഇടയിൽ ഡയമണ്ടും സ്വർണ്ണമുണ്ട്.
അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൻ്റെ അടിയിൽ ഇതുണ്ട്, ഇത് ചൈന കണ്ണു വയ്ക്കുന്നുണ്ട്. ചൈന അതുകൊണ്ടാണ് ഈ സിൽക്ക് റൂട്ട് ഉണ്ടാക്കുന്നു, അതിലേക്ക് മുന്നോട്ട് പോകുന്നു. അവിടെ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കുക, അതായത് ചൈനയുടെ ആ പ്ലാനിൽ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണോ യഥാർത്ഥ ലക്ഷ്യം? വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും.